أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ പ്രിയപ്പെട്ട എൻ്റെ വിശ്വാസി സഹോദരിമാരെ, ബഹുമാന്യരായ ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആനിലെ 12ാമത്തെ അധ്യായമായ സൂറത്ത് യൂസുഫിൻ്റെ തഫ്സീർ പഠന ക്ലാസ്സിൻ്റെ 3ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മളിവിടെ തുടങ്ങാൻ പോകുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ നമ്മൾ സൂറത്ത് യൂസുഫ് നമ്മെ പഠിപ്പിക്കുന്ന ഏതാനും ചില പ്രധാന പാഠങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ സൂറത്തിൻ്റെ കേന്ദ്ര വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസവും ക്ഷമയും വിശ്വാസം അഥവാ തവക്കുൽ, അള്ളാഹുവിൽ എങ്ങനെ നമ്മൾ പൂർണ്ണമായി തവക്കുൽ ചെയ്യാം എന്നുള്ളതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇബ്നു കസീർ പറയുന്ന പോലെ അള്ളാഹുവിനെ ഭയപ്പെടുകയും സത്യത്തിൽ സ്ഥിരത പുലർത്തുകയും ചെയ്യുന്നവന് അള്ളാഹു അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്ന് വിമോചന മാർഗം തരുന്നതാണ്. സൂറത്ത് യൂസുഫ് ആ വചനത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ച് മനസ്സിലാക്കാം. സൂറത്ത് യൂസുഫ് മക്കയിലാണ് അവതരിച്ചിരിക്കുന്നത്. മക്കയിൽ അവതരിച്ച സൂറകളുടെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ മുസ്ലിമീങ്ങളും ഹിജ്റ പോകുന്നതിന് മുന്നേ മദീനയിലേക്ക്, അന്നത്തെ കാലത്ത് യസ്രിബ് എന്നായിരുന്നു പറയൽ, യസ്രിബിലേക്ക് അവർ മക്കയിൽ നിന്ന് ഹിജ്റ പോകുന്ന ആ ഒരു ഹിജ്റക്ക് മുന്നേ, മൈഗ്രേഷന് മുന്നേ ആയിട്ട് ഏകദേശം 2 കൊല്ലം മുന്നെയാണ് സൂറത്ത് യൂസുഫ് റിവീൽ ചെയ്യണത്, അവതരിക്കപ്പെടുന്നത്. അപ്പോൾ മക്കി സൂറകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിജ്റക്ക് മുന്നേ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച് കൊടുത്ത സൂറത്തുകളെ മക്കി സൂറകൾ നമ്മൾ പറയും. മദനി സൂറ എന്ന് പറഞ്ഞാൽ ഹിജ്റക്ക് ശേഷം അവതരിക്കപ്പെട്ട സൂറത്തുകളെ, വചനങ്ങളെ മദനി സൂറ എന്ന് പറയുന്നതാണ്. സൂറത്ത് യൂസുഫ് ദുഃഖത്തിലും ഇരുട്ടിലുമായിരുന്ന ഒരു ഘട്ടത്തിൽ അവതരിച്ച പ്രകാശത്തിൻ്റെ സൂറത്താണെന്ന് തന്നെ നമുക്ക് പറയാം. അത് പ്രവാചകനും സഹാബികൾക്കും എല്ലാ കാലങ്ങളിലെയും വിശ്വാസികൾക്കും പ്രതീക്ഷയും ഒരു ആശ്വാസവും നൽകുന്ന ഒരു സന്ദേശമാണ്, അല്ലേ? ഈ ഒരു സൂറത്ത് ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വിഷമം അനുഭവിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹൃദയത്തിന് ഒരുപാട് ഭാരമേക്കുന്ന, വേദനയിലും ഒരുപാട് ഭാരത്തിലുമായിരുന്ന ഒരു സമയത്തായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹൃദയത്തിനൊരു സ്വാന്തനമേകാനായിട്ട് സൂറ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ കഥ ഇറക്കി കൊടുക്കുന്നത്, വിവരിച്ച് നൽകുന്നത്. ഖുർആനിലെ ഓരോ സൂറത്തും നമ്മൾ പരിശോധിച്ചാൽ വിവിധ അവതരണ കാരണങ്ങളാണ് നമുക്ക് കണ്ടെത്താനാവുക. അസ്ബാബുൻ നുസൂൽ എന്ന് ഇതിനെ പറയപ്പെടുന്നു. ഒരേ ഒരു കാരണമല്ല, മറിച്ച് പല സാഹചര്യങ്ങളും ആവശ്യങ്ങളും ചേർന്നാണ് സൂറത്തും ആയത്തുമൊക്കെ അവതരിപ്പിക്കപ്പെട്ടത്. പ്രധാനമായ ചില കാരണങ്ങളെപ്പറ്റി നമുക്കിവിടെ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. വിശ്വാസം ശക്തിപ്പെടുത്താനായിട്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാനായിട്ട്, ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള മറുപടിയായിട്ട്, യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകാൻ, നിയമങ്ങളും ഹലാലും ഹറാമും വിധികളും ഒക്കെ വ്യക്തമാക്കാൻ, നന്മയും തിന്മയും വ്യക്തമായി വേർതിരിച്ച് കാണിക്കാൻ, മുൻകാല നബിമാരുടെ കഥകളിലൂടെ പാഠങ്ങൾ നൽകാൻ, മനുഷ്യ സ്വഭാവം ശുദ്ധീകരിക്കാൻ, സത്യവും അസത്യവും തമ്മിൽ ഭേദം കാണിക്കാൻ, എല്ലാ കാലത്തേക്കുമുള്ള മാർഗനിർദ്ദേശമായി, ലോകാന്ത്യം വരെയുള്ള മനുഷ്യർക്കുള്ള ഒരു ഹിദായത്തായിട്ട്, ഇതെല്ലാമായിരുന്നു ഓരോ സൂറത്തും അവതരിപ്പിക്കാൻ ഉള്ള കാരണങ്ങൾ.
അതുപോലെ തന്നെ സൂറത്ത് യൂസുഫ് നമ്മൾ പഠിക്കുമ്പോൾ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്ന അവതരണ പശ്ചാത്തലം, എപ്പോഴായിരുന്നു സൂറത്ത് യൂസുഫ് അവതരിപ്പിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ആ അവതരണത്തിന് കാരണമാകാവുന്ന ചില സൂചനകൾ അല്ലെങ്കിൽ കാരണങ്ങൾ, ചോദ്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് 3 ഭാഗമായിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ആദ്യത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിനൊരു സ്വാന്തനം നൽകാനായിട്ട്, രണ്ടാമത്തെ വിശ്വാസികളുടെ ഈമാൻ ശക്തിപ്പെടുത്താനും, മൂന്നാമത് വിരോധികളുടെ വെല്ലുവിളിക്കൊരു ഉത്തരമായിട്ടും. ഇബ്നു കസീർ വ്യക്തമാക്കുന്നത് പോലെ ഈ സൂറത്ത് മക്കയിലാണ് അവതരിക്കപ്പെട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യന്തം പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആ ഒരു സമയത്താണ് ഈ സൂറത്തിൻ്റെ വെളിപ്പെടൽ. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, സീറത്തുൻ നബവിയ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ആമുൽ ഹസൻ, ദുഃഖത്തിൻ്റെ വർഷം എന്നറിയപ്പെടുന്ന ഒരു ഭാഗം. അപ്പം ഈ ഒരു സമയത്തിന് ശേഷം വളരെയധികം ക്ഷീണിതനായ, വളരെയധികം പ്രയാസകരമായ അല്ലെങ്കിൽ ഭാരമേറിയ ഒരു ഹൃദയത്താൽ വേദനിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹ് എളുപ്പം നൽകാൻ, ഒരു പ്രചോദനം നൽകാൻ, ഒരു സ്വാന്തനമായിട്ട്, ഒരു സപ്പോർട്ടായിട്ട്, കംഫേർട്ടായിട്ട് ഇറക്കി കൊടുത്ത സൂറത്താണ്, അല്ലെങ്കിൽ വിവരിച്ച് കൊടുത്ത സൂറത്താണ് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കഥയായിട്ടുള്ള സൂറത്ത് യൂസുഫ്. അപ്പോൾ എന്താണ് ഈ ആമുൽ ഹുസനിൽ സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തിലെ 2 കനത്ത ആഘാതങ്ങളായിരുന്നു ഈ വർഷം സംഭവിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ 8-ാം വയസ്സ് മുതൽ മരണം വരയ്ക്കും പിതൃതുല്യനായി വളർത്തി സംരക്ഷിച്ച പിതൃവ്യൻ അഥവാ അങ്കിൾ അബൂ താലിബ് മരണപ്പെടുകയാണ്. അബ്ദുൽ മുത്തലിബിന് ശേഷം എല്ലാതരം വാത്സല്യവും നൽകി അബൂ താലിബിൻ്റെ മരണത്തിന് ശേഷം എല്ലാ രീതിയിലും എല്ലാ വാത്സല്യവും നൽകി അബൂ താലിബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വളരെയധികം സുരക്ഷിതത്വത്തോടു കൂടി തന്നെ ആ ഒരു തണലിൽ വളർത്തി. നബിക്ക് സംഭവിച്ച വലിയൊരു നഷ്ടമായിരുന്നു അബൂ താലിബിൻ്റെ മരണം. നുബുവത്തിന് ശേഷം മുസ്ലിം ആയിരുന്നില്ലെങ്കിൽ പോലും ഇസ്ലാം മതമൊന്നും സ്വീകരിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അബൂ താലിബ്. എന്നാൽ പോലും നബിയെ എല്ലാ രീതിയിലും സംരക്ഷിച്ചിരുന്നത് അബൂ താലിബായിരുന്നു. മക്കയിലെ ഖുറൈശികൾ ബനു ഹാഷിമിനെതിരെ ഉപരോധം നടപ്പിലാക്കി, ഒരു ബോയ്ക്കോട്ട് നടപ്പിലാക്കി. 3 വർഷത്തോളം ഷിബ അബി താലിബ് എന്ന് അറിയപ്പെടുന്ന താഴ്വരയിൽ പട്ടിണിയും പ്രയാസവും സഹിച്ച് കഴിയേണ്ടി വന്നു. ഈ ഒരു അവസ്ഥയിൽ പോലും ആ ഖുറൈശികൾ മുസ്ലിങ്ങളോട് ചെയ്യുന്ന അനീതിക്കെതിരെ നിന്നുകൊണ്ട് അവരുടെ കൂടെ തന്നെ ആ പട്ടിണിയിലും പ്രയാസത്തിലും കൂടിച്ചേർന്ന് എല്ലാ രീതിയിലും സപ്പോർട്ട് കാണിച്ചുകൊണ്ട് അബൂ താലിബും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ബോയ്ക്കോട്ട് പിൻവലിച്ച് മുസ്ലിങ്ങളെല്ലാം മക്കയിലേക്ക് തിരിച്ചെത്തി. ഒട്ടും വൈകാതെ തന്നെയാണ് അബൂ താലിബിൻ്റെ ഹെൽത്ത് വളരെയധികം മോശമാകുന്നതും പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. പല തവണയായി നിരവധി ഓഫറുകളും ഭീഷണികളുമായി അബൂ താലിബിനെ എല്ലാ ഖുറൈശികളും എല്ലാ ഇസ്ലാമിൻ്റെ എല്ലാ ശത്രുക്കളും സമീപിച്ചപ്പോഴൊക്കെയും ആ സന്ദർഭങ്ങളിലെല്ലാം ഭീഷണിക്ക് മുൻപ് വഴങ്ങാതെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് അവസാന ശ്വാസം വരയ്ക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിച്ചതാണ് അദ്ദേഹം. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലേ, അബൂ താലിബിൻ്റെ വേർപാടോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമൂഹത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ആശ്രയം ഇല്ലാതെയായിപ്പോയി. മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ അബൂ താലിബിനെ ഒരു നോക്ക് കാണാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുകയുണ്ടായി. അവിടെ ചെന്ന് കയറുമ്പോൾ അവിടെ ഓൾറെഡി അബൂ ജഹലും അബ്ദുള്ള ഇബ്ന് അബി ഉമയ്യ എന്നിവരൊക്കെ അബൂ താലിബിൻ്റെ കൂട്ടുകാരും
വേറെ പ്രമാണിമാരും ഗോത്രത്തലവന്മാരും ഇവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന് അബൂ ത്വാലിബിൻ്റെ തലക്കരികിലായി ഇരുന്നു കൊണ്ട് കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവസാനമായി അദ്ദേഹത്തെ ഒന്ന് ഉപദേശിച്ചു. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്. ഓ എൻ്റെ പിതൃവ്യ, നിങ്ങൾ ഒരു തവണ ആ കലിമത്തൊന്ന് ഉച്ചരിക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒന്ന് പറയൂ. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കും. ഞാൻ നിങ്ങൾക്ക് സാക്ഷ്യം പറയും, ഒരിക്കലെങ്കിലും ഒന്ന് പറയൂ എന്ന് അവസാനമായിട്ട് ഇങ്ങനെ വളരെ പ്രിയപ്പെട്ട അങ്കിളിനോട് ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതെല്ലാം കേട്ടും കണ്ടും അവിടെ ആ ശത്രുക്കൾ ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി ഈ ഉപദേശം പറഞ്ഞ ഉടനെ തന്നെ ചാടിക്കേറി അവിടെ അബൂ ജഹൽ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. യാ അബൂ ത്വാലിബ് അൻ തർഗബ് അൻ മില്ലത്ത് അബ്ദുൽ മുത്തലിബ്. ഓ അബൂ ത്വാലിബെ, ഈ അവസാന നിമിഷത്തിൽ നിങ്ങൾ അബ്ദുൽ മുത്തലിബിൻ്റെ പാരമ്പര്യം വിട്ടുകളയുകയാണോ? നമ്മുടെ പൂർവ്വപിതാക്കളുടെ പാരമ്പര്യം കളയുകയാണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. മുഹമ്മദ് പറയുന്നതൊന്നും നിങ്ങൾ അനുസരിക്കല്ലേ, നിങ്ങൾ അതൊന്നും ഏറ്റു പറഞ്ഞേക്കല്ലേ എന്ന് പറയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ അവഗണിച്ച് അതൊന്നും വകവെക്കാതെ അവസാന ശ്വാസം വരയ്ക്കും ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ കണ്ണടക്കും മുമ്പേ അദ്ദേഹം ഉറവിട്ട പദം അദ്ദേഹം പറഞ്ഞത് അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്നായിരുന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ മാർഗത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് അദ്ദേഹം വിട പറയുന്നത്. അതായിരുന്നു അവസാനത്തെ വാക്ക്. അപ്പോൾ അവിശ്വാസിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ വേർപാട് റസൂലിനെ ഒരുപാട് വേദനിപ്പിച്ചു, മാനസികമായി ഒരുപാട് വിഷമിപ്പിച്ചു. അന്നത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷമം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത ഒന്നായിരുന്നു, വിവരിക്കാൻ കഴിയില്ലാത്ത വിധമായിരുന്നു. എന്തൊക്കെ മനസ്സിലാക്കിയാലും ആരെല്ലാം എന്തെല്ലാം രീതിയിൽ ഉപദേശിച്ചാലും മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാലും ശരി എന്തെന്ന് ചില സമയത്ത് തിരിച്ചറിഞ്ഞാൽ പോലും എൻ്റെ പൂർവ്വപിതാക്കന്മാർ എന്താണോ പിന്തുടർന്നത്, എന്താണോ എന്നെ പഠിപ്പിച്ചത്, ഞാൻ അതിൽ നിന്ന് ഒട്ടും തന്നെ മാറുകയില്ല, അതിൽ ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് ഒരു വാശി കാണിക്കുന്ന അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒട്ടും തന്നെ മാറാതെ നല്ല മാർഗത്തിലേക്ക് വരികയോ തൗഹീദ് അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യാത്ത എത്രയോ പേർ എല്ലാ കാലഘട്ടത്തിലും അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. എത്ര വിഷമകരമായ ഒരു കാര്യമാണതല്ലേ. വെളിച്ചം കിട്ടിയിട്ടും ആ വെളിച്ചം വേണ്ടാന്ന് വെക്കുന്നവർ, അവരുടെ കൂട്ടത്തിൽ നമ്മളാരും പെട്ടു അത് റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വേദനയ്ക്ക് തന്നെ പ്രവാചകത്വത്തിൻ്റെ 10ാം വർഷത്തിൽ ഹിജ്റയ്ക്കൊരു 2-3 വർഷം മുന്നേ റമദാൻ മാസത്തിൽ വളരെ ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞപ്പോൾ അബൂ ത്വാലിബിൻ്റെ മരണം കഴിഞ്ഞ് ഒട്ടും വൈകിട്ടില്ല, ചെറിയൊരു ഗ്യാപ്പ്, കുറച്ച് ദിവസങ്ങളുടെയോ കുറച്ച് ആഴ്ചകളുടെയോ ഒരു ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുകയാണ്. അബൂ ത്വാലിബിൻ്റെ മരണത്തിൻ്റെ സന്ദർഭത്തിൽ തന്നെ, മരണപ്പെട്ട ആ ഒരു സന്ദർഭത്തിൽ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ രോഗം ബാധിച്ച് കിടപ്പിലായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു ഉപരോധ കാലഘട്ടം, ആ ഒരു ബോയ്ക്കോട്ട് പീരീഡ്, ആ പട്ടിണിയും പ്രയാസവും വിഷമവും എല്ലാം മുസ്ലിങ്ങളുടെ അവരുടെ എല്ലാം ആരോഗ്യത്തെ ഒരുപാട് പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെടുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 50 വയസ്സായിരുന്നു പ്രായം. നുബുവത്തിന് ശേഷം 10 വർഷം, 1/4 നൂറ്റാണ്ട് കാലത്തെ ആ മനോഹരമായ ദാമ്പത്യ ജീവിതത്തിന് ആ ഒരു നിമിഷം, ആ ഒരു ഘട്ടത്തിൽ പരിസമാപ്തി കുറിക്കുകയാണ്.
ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ജനങ്ങൾ എന്നെ നിഷേധിച്ചപ്പോൾ അവൾ എന്നിൽ വിശ്വസിച്ചു. ആളുകൾ എന്നെ കള്ളൻ എന്ന് വിളിച്ചപ്പോൾ അവൾ എന്നെ സത്യസന്ധനായി അംഗീകരിച്ചു. എല്ലാവരും എന്നെ വിട്ടുനിന്നപ്പോൾ അവൾ തൻ്റെ സമ്പത്തോടെ എന്നെ സഹായിച്ചു. മറ്റു സ്ത്രീകളിൽ നിന്ന് എനിക്ക് സന്താനം ലഭിക്കാതിരുന്നപ്പോൾ അള്ളാഹു എനിക്ക് സന്താനം നൽകിയത് ഖദീജയിലൂടെയായിരുന്നു. ഈ ഒരു ഹദീസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര ആഴമേറിയ ഒരു ബന്ധമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ റളിയല്ലാഹു അൻഹയും തമ്മിലുണ്ടായിരുന്നതെന്ന്. എല്ലാ രീതിയിലും ഏറ്റവും വലിയൊരു അനുഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ബന്ധവും അതൊരു വെറും ദാമ്പത്യം മാത്രമായിരുന്നില്ല. വിശ്വാസം, ഒരാശ്വാസം, പിന്തുണ, എല്ലാ രീതിയിലും ത്യാഗം എന്നിവയുടെ ഒരു അപൂർവമായ ഒരു സായോജനമായിരുന്നു ആ ഒരു ജീവിതം, അല്ലെങ്കിൽ ആ ഒരു ബോണ്ട്. നുബുവത്തിൻ്റെ തുടക്കം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം അതിലെല്ലാം തുണയായി കൂടെ തന്നെ റസൂലിനെ ആശ്വസിപ്പിച്ചുകൊണ്ടും കരുത്ത് നൽകിക്കൊണ്ടും എല്ലാത്തിനും അത്രയും കാലം ഒപ്പമുണ്ടായ ഒരാളായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ചില കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിൽ റസൂലുള്ളാഹിയോട് ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസമുള്ള ഒരു മന്ത്രിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ എന്ന് ഖദീജ റളിയല്ലാഹു അൻഹയെ വിവരിക്കുന്നത്. എത്രയോ സത്യമായ വചനമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രയാസം അനുഭവിക്കുന്ന ആ കാലഘട്ടത്തിലും എല്ലാ രീതിയിലും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും വാക്കുകൊണ്ടും ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ ആവോളം സഹായിച്ചിട്ടുണ്ട്. ഹിറാ ഗുഹയിൽ വച്ചുണ്ടായ ആദ്യ വഹിയുടെ അനുഭവം, ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാമയെ കണ്ട ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു വിറച്ചുകൊണ്ട് ഓടിച്ചെന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്കാണ്. അബൂ ത്വാലിബിൻ്റെ അടുക്കിലേക്കല്ല, അല്ലെങ്കിൽ വേറെ ആരുടെയും അടുക്കിലേക്കല്ലായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചെന്നത്. അത്രയും ഉറപ്പുള്ളത് കൊണ്ടല്ലേ നബി അന്നേരം ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഓടിച്ചെന്നത്. സ്വാന്തനിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാനുള്ള കഴിവുണ്ട്. എന്ത് ബുദ്ധിമുട്ടിലും ആ ഒരു കരുത്ത് നൽകാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ. അത്രയും ഭംഗിയുള്ളൊരു ബോണ്ട് അവർ തമ്മിൽ ഉണ്ടായത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നത്. തുടർന്ന് ഓരോ ചൂടേറിയ അനുഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴൊക്കെയും ഖദീജ റളിയല്ലാഹു അൻഹ ആയിരുന്നു ആശ്വാസത്തിൻ്റെ കരങ്ങളും വാക്കുകളുമായിട്ട് കൂടെ. ആ ഓരോ അനുഭവങ്ങളുടെ ചൂടിനെയും തണുപ്പിക്കാൻ, അതിൽ കരുത്തും ഉറപ്പും നൽകാനായി ഖദീജ റളിയല്ലാഹു അൻഹ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷമങ്ങളിൽ സ്വാന്തനമേകാൻ, താങ്ങാവാൻ ആരും തന്നെ ഇല്ലാണ്ടായി. എല്ലാ രീതിയിലും അള്ളാഹു ഒഴികെ, അള്ളാഹുവിനുള്ള തവക്കലും അള്ളാഹുവിൻ്റെ സഹായവും ഒഴികെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. സമൂഹത്തിലെ കരുത്തും തണലും വഴികാട്ടിയും സംരക്ഷകനുമായിരുന്ന അബൂ ത്വാലിബ് മരണപ്പെട്ടു. അധികം വൈകാതെ തന്നെ ആത്മാവിന് കരുത്തേകിയ, ഹൃദയത്തിന് സ്വാന്തനം നൽകിയ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയും മരണപ്പെട്ടു. നബിയുടെ ചരിത്രം പഠിക്കുമ്പോൾ, നബിയുടെ സീറയിൽ നബി ഏറെ പ്രയാസം അനുഭവിച്ച ഒരു കാലഘട്ടമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സമൂഹത്തിലുള്ള പ്രയാസങ്ങൾ ഏൽക്കുന്ന സമയത്ത് തന്നെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന അബൂ ത്വാലിബ് അതേ സന്ദർഭത്തിൽ പുറത്തുള്ള ചൂടേറിയ അനുഭവങ്ങൾ തനിക്ക് തണുപ്പാക്കി കൊടുത്തിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ, ഇവർ രണ്ടുപേരും ലോകത്തോട് വിട പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള രണ്ട് സംരക്ഷണങ്ങളായിരുന്നു
നഷ്ടപ്പെട്ടത്. ഈ 2 മരണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് മാനസികമായി തളർത്തിയിരുന്നു. അബൂ ത്വാലിബിൻ്റെയും പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെയും വിയോഗത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഏറ്റവും കഠിനമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ അബൂ ത്വാലിബിൻ്റെ മരണത്തോടുകൂടി ആ സമൂഹത്തിലുണ്ടായിരുന്ന സാമൂഹിക സംരക്ഷണവും ഗോത്ര പിന്തുണയുമെല്ലാം നഷ്ടമായി. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണത്തോടുകൂടി എല്ലാ രീതിയിലും നബിക്ക് ലഭിച്ചിരുന്ന ആ ഒരു ആശ്വാസവും ആ ഒരു പിന്തുണയും സ്വാന്തനവും എല്ലാം നഷ്ടമായി. ഈ രണ്ടും ഒരുമിച്ച് നഷ്ടമായതോടുകൂടി തന്നെ മക്കയിലെ മുശ്രിക്കീങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ അതിതീവ്രമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുറന്നു വെച്ച് അപമാനിക്കുകയും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു അവർ. വളരെയധികം അത്യന്തം പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അന്നത്തെ മുസ്ലിങ്ങൾക്കും. ഈ അവസ്ഥയിൽ ദഅവത്തിനായി ഒരു പുതിയ വാതിൽ തുറക്കാമെന്ന ഒരു പ്രതീക്ഷയിലോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫ് നഗരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അന്നത്തെ കാലത്ത് മക്ക കഴിഞ്ഞാൽ പിന്നെ ഒരു പട്ടണം അല്ലെങ്കിൽ ഒരു നഗരം, ഒരു സിറ്റി, ഒരു മെയിൻ സിറ്റിയായിട്ട് കണ്ടിരുന്നത് തായിഫായിരുന്നു. മക്കയ്ക്ക് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന തായിഫ് ശക്തമായ ബനു സഖീഫ് ഗോത്രത്തിൻ്റെ കേന്ദ്രമായ ഒരു നഗരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷ്യം വച്ചിരുന്നത് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, അതുമൂലം തന്നെ ദഅവത്തിൻ്റെ ഒരു പിന്തുണ ലഭിക്കാനും പിന്നെ മക്കയിലെ ആ ഒരു കടുത്ത പീഡനങ്ങളിൽ നിന്ന് എല്ലാത്തിനും ഒരു അഭയം അല്ലെങ്കിൽ ഒരു ആശ്വാസം എന്നൊക്കെയായിരുന്നു. ഈ ബനു സഖീഫ് ഗോത്രക്കാരെല്ലാം അവർ ഗോത്ര തലവന്മാർ ഇസ്ലാം മതം സ്വീകരിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് മക്കയിലും വലിയൊരു പിന്തുണ ആകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചു. അംർ ഇബ്ന് ഉമൈ അസ്സഖഫി എന്ന പേരുള്ള ഒരാളായിരുന്നു ആ ബനു സഖീഫ് ഗോത്രത്തിൻ്റെ തലവൻ. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ ഗോത്രത്തിൻ്റെ ചുമതല അദ്ദേഹത്തിൻ്റെ 3 മക്കൾക്കിടയിൽ തുല്യമായി വിഭജിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മക്കയിലേക്ക് യാത്രയായി. കൂടെ വളർത്തുപുത്രനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹയും ഉണ്ടായിരുന്നു. വളരെയേറെ ശാരീരികമായും മാനസികമായും പ്രയാസകരമായിരുന്ന ഒരു യാത്രയായിരുന്നു തായിഫിലേക്കുള്ള യാത്ര. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ സയ്യിദ് ഇബ്നു ഹാരിസയും അവർ 2 പേരും നടന്നുകൊണ്ടാണ് തായിഫിലേക്ക് യാത്രയായത്. ഇന്നത്തെ കാലത്ത് പോലും വളരെയധികം ബുദ്ധിമുട്ടും അപകടം പിടിച്ച ഒരു വഴിയാണ് തായിഫിലേക്കുള്ള വഴി. നമ്മൾ കാറിൽ പുറപ്പെട്ടാൽ പോലും അവിടെ ആ ചുരമെല്ലാം കയറി അവിടെ എത്താൻ 1 മണിക്കൂറെങ്കിലും എടുക്കും. ഒരു മലപ്രദേശമാണ് ഈ തായിഫ്. അപ്പോൾ അതിൻ്റേതായ അപകടങ്ങളും ആപത്തുകളും എല്ലാം താണ്ടിക്കൊണ്ട് തന്നെയാണ് അവർ നടന്ന് തായിഫിലേക്ക് വളരെയധികം ക്ഷീണിതരായി തന്നെ വളരെയധികം പ്രയാസങ്ങൾ സഹിച്ച് അവർ തായിഫിലേക്ക് എത്തിച്ചേരുന്നത്. എത്തിയ ഉടൻ തന്നെ ബനു സഖീഫ് ഗോത്രത്തിൻ്റെ നേതാക്കളെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. നേതാക്കൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർ, അവരുടെ അനുയായികളും ബാക്കിയുള്ള അവിടുത്തെ ജനത എല്ലാവരും അവരെ പിന്തുടരുമല്ലോ. അതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന ഉടൻ തന്നെ ആദ്യം ഗോത്ര തലവന്മാരുടെ അടുത്തേക്ക് തന്നെ പോയത്. അതിമനോഹരമായ രീതിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിൻ്റെ ആദർശത്തിലേക്ക് അവരെ ക്ഷണിച്ചു. അതെല്ലാം കേട്ടുകഴിഞ്ഞ് ആ 3 പേരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അള്ളാഹു നിന്നെയാണ് ദൂതനായി അയച്ചിട്ടുള്ളതെങ്കിൽ ഞാൻ കഅബയുടെ മൂടപടം പോയി കീറിക്കളയും.
നിങ്ങളെപ്പോലെ ഒരാളെയാണ് അള്ളാഹു ദൂതനാക്കിയതെങ്കിൽ കഅബക്കെന്ത് പവിത്രത എന്നാണ് അയാൾ ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. വളരെയധികം അപമാനിക്കുന്ന വാക്കുകളായിരുന്നു അതെല്ലാം. രണ്ടാമനും ഒന്നുകൂടി ആ പറഞ്ഞ വാക്കുകളെ തന്നെ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളെപ്പോലത്തെ ഒരാളെ ആണോ ദൂതനാക്കാൻ കിട്ടിയുള്ളൂ? മൂന്നാമൻ പറഞ്ഞു, വല്ലാഹി ഞാൻ ഒരിക്കലും നിങ്ങളോട് ഇനി ഒരിക്കലും സംസാരിക്കുകയില്ല. കാരണം നിങ്ങളീ പറയുന്നത് സത്യമാണ്. ശരിക്കും നിങ്ങളൊരു ദൂതനാണെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾ കാരണം ചിലപ്പോൾ എനിക്കതൊരു തിന്മയായേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കളവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുള്ള യാതൊരു അധികാരവുമില്ല, യാതൊരു വേർത്തുമില്ല. യു ഡോണ്ട് അബ്സല്യൂട്ട്ലി ഡിസേർവ് ടു ടോക്ക് ടു മീ എന്നാണ് ആ ലാസ്റ്റ് പറഞ്ഞ ആൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം ബഹുമാനപ്പെടുത്തിയിട്ടുള്ള പരിഹാസത്തിൻ്റെ സ്വരങ്ങളായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ കാത്തിരുന്നത്. ഒരുപാട് ദുഃഖം പേറി തളർന്ന ഭാരമേറിയ ഹൃദയമായിട്ട് ആ ഒരു ദുഃഖത്തിൻ്റെ സമയത്ത് തന്നെ സംരക്ഷിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടി ചെന്നപ്പോൾ പരിഹാസവും അപമാനിക്കപ്പെടുന്ന രീതിയിലുള്ള വളരെ വിഷമിപ്പിക്കുന്ന വാക്കുകളും പ്രതികരണമായിരുന്നു അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചത്. ഇതെല്ലാം കേട്ടിരുന്നപ്പോഴും വളരെ മാന്യമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റു. ഒന്നും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റു. അതിനൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചില്ല. അവസാനമായി അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ, നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞോ, അതൊന്നും പ്രശ്നമല്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. ഞാൻ ഇവിടെ വന്ന കാര്യം, നിങ്ങളോട് ഞാൻ ഈ അപേക്ഷ നടത്തിയ കാര്യം നിങ്ങളൊന്ന് മറച്ചു വെക്കണം, അതാരോടും പറയരുത് എന്നീ വാക്കുകളും അപേക്ഷയും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു. പക്ഷെ മാന്യതയുടെ എല്ലാ അറ്റങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രതികരിക്കപ്പെട്ട ഈ ആളുകളിൽ നിന്ന് നമുക്ക് എന്ത് മാന്യതയാണ് പ്രതീക്ഷിക്കാനാവുന്നത് അല്ലേ? തീർച്ചയായിട്ടും അവർ ആ അപേക്ഷ സ്വീകരിച്ചില്ല, അത് ലംഘിക്കുകയും ചെയ്തു. അതുമൂലം ഒരുപാട് പ്രശ്നങ്ങൾ മക്കയിൽ വീണ്ടും ഉണ്ടാവുകയും ചെയ്തു. മക്കക്കാരിൽ നിന്ന് ആ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിനെ പറ്റി ചിന്തിക്കുന്നതും ആ യാത്ര തിരിക്കുന്നതും എല്ലാം അല്ലേ? അപ്പോൾ അതവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഇതിലേറെ ബുദ്ധിമുട്ടിലേക്കാണ് അവരെ കൊണ്ട് എത്തിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം സീക്രട്ടാക്കി വെക്കണം, ആരോടും പറയരുത് എന്നുള്ള അപേക്ഷ കൊണ്ട് നബി അവിടുന്ന് പിരിഞ്ഞത്. അതൊന്നും അവരൊട്ടും വാല്യൂ ചെയ്തില്ല, അവരതെല്ലാം പറയുകയും ചെയ്തു. പിന്നെ നമുക്ക് കാണാൻ കഴിയും ബാക്കിയുള്ള ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജനതയോട്, അവിടുത്തെ ആൾക്കാരിലേക്ക് ഇറങ്ങി തൗഹീദിൻ്റെ സന്ദേശം പറയാൻ തുടങ്ങി. ഈ വിവരം വൈകാതെ തന്നെ നേതാക്കളുടെ ചെവികളിലും എത്തി. അവർ അതറിഞ്ഞപ്പോൾ തന്നെ ഉടനെ തന്നെ അവിടെയുള്ള തെരുവ് പിള്ളേരെയും അടിമകളെയും ഗുണ്ടകളെയും ഒക്കെ സംഘടിപ്പിച്ചു. അവരോട് ഇങ്ങനെ ഓരോ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സെയ്ദ് റളിയല്ലാഹു അൻഹുയുടെയും എതിരെ പ്രേരിപ്പിച്ചു, കല്ലെറിയാൻ വിട്ടു. അവരോടിങ്ങനെ പറഞ്ഞു, മക്കയിൽ നിന്ന് 2 പേര് വന്നിട്ടുണ്ട്, അവിടെ മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്, അവരവിടെ എന്തെല്ലാമൊക്കെയോ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അവിടെ ആകെ അസ്വസ്ഥമായ ഒരു അവസ്ഥയിലാക്കിയിട്ട് അവരെ പുറത്താക്കിയവരാണ് ഇവർ. നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഇവിടെയും ഒരുപാട് കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് നിങ്ങളിവിടുന്ന് അവരെ ആട്ടി ഓടിക്കണം, അവരെ കല്ലെറിഞ്ഞ് ഓടിക്കണമെന്ന് പറഞ്ഞ് ഇവർക്കെതിരെ തിരിക്കും. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സെയ്ദ് ഇബ്നു ഹാരിസയും തിരിച്ചു മടങ്ങാൻ ഇറങ്ങുന്ന അവസ്ഥയിൽ റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് ഇങ്ങനെ തെരുവ് പിള്ളേരും ഗുണ്ടകളും അടിമകളുമൊക്കെ കല്ലുകൊണ്ട് നിന്ന് അവർക്ക് നേരെ എറിയാൻ തുടങ്ങി. അതിക്രൂരമായി തന്നെ
ഇവർ 2 പേരുടെയും നേരെ അവർ കല്ലെറിഞ്ഞു, തെറി വിളിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദം പൊട്ടി രക്തമൊഴുകാൻ തുടങ്ങി. സെയ്ദ് റളിയല്ലാഹു അൻഹു അത് തടുക്കാൻ, ആ കല്ലേറ് തടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ തലയും പൊട്ടി രക്തമൊഴുകാൻ തുടങ്ങി. അങ്ങനെ ഇവർ 2 പേരും ആ ഒരു അവസ്ഥയിൽ ഓടിപ്പോവായിരുന്നു. ആ ഒരു പൊക്കത്തിൽ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കി, ആ മലയുടെ മുകളിൽ നിന്ന് അവരെങ്ങനെയെങ്കിലും, അവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന്. ഒന്ന് ചിന്തിക്കാനുള്ളൊരു ഗ്യാപ്പ് പോലും കിട്ടാതെ വളരെ ക്രൂരമായ രീതിയിൽ വളരെയധികം ഹ്യൂമിലിയേഷൻ സഹിക്കുന്ന വളരെ ഹ്യൂമിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരുന്നു അവരവിടെ നിന്ന് വളരെ വേഗത്തിൽ ഇറങ്ങിപ്പോകുന്നത്. എന്നാൽ അവർ കല്ലെറിഞ്ഞ് തിരിച്ചു പോവുകയല്ല ചെയ്തത്. അങ്ങനെ അവർ നടന്നിറങ്ങുന്ന ഒടുനീളം അവരെ കല്ലെറിഞ്ഞുകൊണ്ട് പിന്തുടർന്നുകൊണ്ടേയിരുന്നവർ കുറേ ദൂരത്തോളം. സഹീഹ് ബുഖാരിയിലെ ഐഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഖർനുൽ മനാസിൽ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് എനിക്ക് ബോധം വീണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി. അപ്പോൾ ഈ ഖർനുൽ മനാസിൽ എന്ന് പറഞ്ഞ സ്ഥലം ഏകദേശം ഒരു 8-10 കിലോമീറ്ററെങ്കിലും ദൂരെയാണ് നമ്മൾ ആലോചിക്കണം. തായിഫിൽ നിന്ന് ഒരു 8-10 കിലോമീറ്ററോളം ദൂരം അതിവേഗം അവർ ഓടി, കാലെല്ലാം പൊട്ടി, ദേഹമെല്ലാം മുറിവേറ്റ്, വളരെയധികം വേദനയോടുകൂടിയും എന്താ ചിന്തിക്കുന്നതെന്നുള്ള എന്താ സംഭവിക്കുന്നുള്ളത് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ലാത്ത അവസ്ഥയിൽ അവർ ഓടി ഓടി ആ ഖർനുൽ മനാസിൽ എന്നുള്ള സ്ഥലത്ത് എത്തിയപ്പോഴാണ് അവർക്ക് ബോധം വീഴുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നതെന്നെങ്കിലും ചിന്തിക്കാൻ തോന്നുന്നത്. അങ്ങേയറ്റം ക്ഷീണിച്ചുകൊണ്ട്, വേദനിച്ചുകൊണ്ട്, മനസ്സും ശരീരവും ഒരുപോലെ വേദനിച്ചുകൊണ്ട്, ചെരുപ്പിലെല്ലാം രക്തത്തിൽ കുതിർന്ന ഒരവസ്ഥയിലായിരിക്കുകയായിരുന്നു അവർ ആ സ്ഥലത്ത് എത്തുന്നത്. നമുക്ക് ഈ ഹദീസിൻ്റെ തുടക്കത്തിൽ കാണാൻ കഴിയും ഐഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, നബിയെ, ഉഹദിനേക്കാൾ പ്രയാസമേറിയ ദിനം താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഐഷ റളിയല്ലാഹു അൻഹ ചോദിക്കാൻ കാരണം, ഐഷ റളിയല്ലാഹു അൻഹ ഈ തായിഫിൻ്റെ ഇൻസിഡൻ്റൊക്കെ നടക്കുമ്പോൾ വളരെ ചെറിയൊരു കുട്ടിയാണ്. അപ്പോൾ മദീനയിലായിരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ഐഷ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നതും. അപ്പോൾ ആ മദീനയിലെ കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചോ ആ സംഭവങ്ങൾ മാത്രമേ ഐഷ റളിയല്ലാഹു അൻഹയ്ക്ക് വളരെ ക്ലിയറായിട്ട് അറിയുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവമൊന്നും നമ്മുടെ ഐഷ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയുകയില്ല. അപ്പോൾ ആ ഒരു അറിവ് കൊണ്ടുവച്ചാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി നൽകി, ഉഹദിനേക്കാൾ വേദനിപ്പിച്ച ഒരു ദിനം ഉണ്ടായിട്ടുണ്ട്. അതെ, ഉഹദിനേക്കാളും പ്രയാസമുണ്ടാക്കിയിട്ടുള്ള ദിനമുണ്ടായിട്ടുണ്ട്. അത് ത്വായിഫിലായിരുന്നു. ഉഹദിൽ ശാരീരിക മുറിവുകളാണ് റസൂലിനെ ഏൽപ്പിച്ചതെങ്കിൽ ത്വായിഫിൽ റസൂലിനെ മാനസികമായും ശാരീരികമായും മുറിവേൽപ്പിച്ചു. അത്രയധികം വേദന നിറഞ്ഞ ആ സന്ദർഭത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ സീറ പഠിക്കുമ്പോൾ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം വേദനയിലായിരിക്കുന്ന ആ ഒരു സ്ഥിതിയിൽ പോലും അവിടെ 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് തൻ്റെ നിസ്സഹായ അവസ്ഥ പറഞ്ഞുകൊണ്ട് റബ്ബിനോട് തേടുന്ന ഒരു ദുആ. നബി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ, വിഷമമേറിയ ദിനമെന്ന് വിശേഷിപ്പിച്ച ആ ദിനത്തിൽ വെച്ച് നടത്തിയ വികാരനിർഭരമായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു ഏത് വിശ്വാസിയുടെയും കണ്ണ് നനയ്ക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം തുറന്നു വെക്കുന്ന, റസൂലിൻ്റെ ഹൃദയത്തിലെ ആ വേദന ആ ദുആയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. അത് ഉടനീളം ആ ദുആയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതിമനോഹരമായ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ആ ഒരു സന്ദർഭമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അവസ്ഥയിൽ
സൂറ യൂസുഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിന് അവതരിപ്പിച്ച് നൽകിയത് അല്ലെങ്കിൽ വിവരിച്ച് നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു അവസ്ഥ, ഒറ്റപ്പെടലിൻ്റെയും വിഷമത്തിൻ്റെയും വേർപാടിൻ്റെയും ഒക്കെ ആ ഒരു വേദനയും ആ ഒരു പരീക്ഷണങ്ങളെല്ലാം തന്നെ യൂസുഫ് അലൈഹിസ്സലാമയുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ജീവിതകഥ പറയുന്നതിലൂടെ ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച വേദനകളുടെ പ്രതിഫലം പോലെ ആയിരുന്നു. അപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും, എന്ത് തന്നെ വേദനകളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നാലും അള്ളാഹു ഒരിക്കലും കൈവിടില്ല എന്നുള്ളതും, എപ്പോഴും അള്ളാഹു അവസാനം ഉന്നത പദവിയിലേക്ക് എത്തിച്ചേർക്കും, വിജയം നൽകുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുള്ള ആ ഒരു ഉന്നത സ്ഥാനം അത് നബിക്ക് അള്ളാഹ് കൊടുക്കുമെന്നും എല്ലാ വിജയവും എത്തിച്ചേരുമെന്നും അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ പൂർണ്ണമായ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുമെന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷയും അള്ളാഹു ആ കഥയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയാണ് അല്ലേ. നബിയുടെ ഹൃദയത്തിനൊരു കരുത്തേകാനായിട്ട്, സ്വാന്തനമായിട്ട് ഈ സൂറ അവതരിപ്പിച്ച് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബികൾക്കും മക്കയിൽ കടുത്ത പീഡനങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വാസികളുടെ ഈമാൻ ശക്തിപ്പെടുത്താനും ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകാനുമായിട്ട് ചില സഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യാ റസൂലുള്ളാഹ്, മുമ്പുണ്ടായിരുന്ന നബിമാരുടെയും ജനങ്ങളുടെയും കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിലൂടെ അവരെന്താ ഉദ്ദേശിച്ചത്? ആ ഒരു നബിമാരുടെ കഥയിലുണ്ടായിരുന്ന അടങ്ങിയിരിക്കുന്ന പാഠങ്ങൾ അത് അവർക്കും ഒരു ധൈര്യം നൽകാനും അവരുടെ ഈമാൻ ഉറപ്പിക്കാനും അവർക്ക് അതിലൂടെ കരുത്തേകാൻ വേണ്ടിയിട്ടാണ് അവരത് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അതേ സമയം തന്നെ മക്കയിലെ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ എങ്ങനെയെങ്കിലും കുഴപ്പിക്കണം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്ന അവരെന്തെങ്കിലും ഒരു കാരണം കണ്ടെത്താനായി നടക്കുന്നവർ യസ്രിബിലേക്ക് അവരിൽ നിന്ന് തന്നെ ഒരു കൂട്ടം ആൾക്കാരെ പറഞ്ഞയക്കുകയും വേദക്കാരിൽപ്പെട്ട യഹൂദരുടെ അടുക്കലേക്ക് അവരെ വിട്ട് അവരിൽ നിന്ന് അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരുമോ, എങ്ങനെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവാചകത്വം തെറ്റാണ്, അത് ശരിയല്ല എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചെന്ന് ചോദിക്കുമ്പോൾ യഹൂദരുടെ ഉപദേശപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരീക്ഷിക്കാനും നബീനെ ഒരു തെറ്റായ പ്രവാചകനായി തെളിയിക്കാനുമായിട്ട് യൂസുഫ് അലൈഹിസ്സലാമെ പറ്റിയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെ പറ്റിയും ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാത്തിനുമുള്ളൊരു മറുപടി ആയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ് എന്ന വചനത്തിലൂടെ ഈ സൂറത്തും യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കഥയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നമുക്കും വിവരിച്ച് നൽകുന്നത്. നിനക്ക് നാം ഏറ്റവും മനോഹരമായ കഥ വിവരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്